കാസർഗോഡ് ജില്ലയിലെ മലയോര പട്ടണമാണ് ഭീമനടി. ഭീമനടി റിസർവ് ഫോറസ്റ്റിനുള്ളിൽ ഒളിഞ്ഞിരിക്കുന്ന കാൽപാദവും നിധിയറകളും 600 വർഷങ്ങൾ പഴക്കമുള്ള വനശാസ്ത്ര ക്ഷേത്രവും തേടിയാണ് അരുൺ പാറക്കലിന്റെ ഇത്തവണത്തെ യാത്ര. കാടിന്റെ സൗന്ദര്യവും വനത്തിനുള്ളിൽ ഒളിഞ്ഞിരിക്കുന്ന രഹസ്യങ്ങളും കണ്ടുവരാം. കാസർഗോഡ് ജില്ലയുടെ മലയോര ഗ്രാമമായ ഭീമനടിയിലേക്കാണ് ഇന്നത്തെ നമ്മുടെ യാത്ര. നിധിയറകളും മുനിയറകളും ഭീമന്റെ കാൽപാദവും ഉൾപ്പെടെ നിരവധി കാഴ്ചകൾ ഭീമനടിയിൽ നമ്മളെ കാത്തിരിക്കുകയാണ്. എന്തായാലും നമുക്ക് ആ സ്ഥലത്തൊന്ന് പോയി വരാം. ഭീമന്റെ കാൽപാദം പതിഞ്ഞ സ്ഥലം ഭീമനടി എന്നാണ് ചൊല്ല്. നമ്മളിപ്പോൾ നിൽക്കുന്നത് ഭീമനടി കായിലങ്കോട് എന്ന സ്ഥലത്താണ്, വനമേഖലയാണ്. ഇത് പണ്ട് നീലേശ്വരം രാജകുടുംബത്തിലെ ആശ്രിതന്മാരുടെ ഭൂമിയായിരുന്നു. പിന്നീട് നികുതി അടയ്ക്കാനൊക്കെ കഴിവില്ലാത്ത സമയത്ത് സർക്കാരിന് നൽകി എന്നാണ് പഴമക്കാരൊക്കെ പറയുന്നത്. ആ സ്ഥലത്താണ് ഇപ്പോൾ നമ്മൾ എത്തിയിരിക്കുന്നത്. ഇവിടെ ഒരു ടൗൺഷിപ്പ് ഉണ്ടായിരുന്നു. ഒപ്പം നൂറ്റാണ്ടുകൾക്ക് മുൻപ് തകർന്ന ഒരു അയ്യപ്പ ക്ഷേത്രമുണ്ട്. ഭീമന്റെ കാൽപാദം പതിഞ്ഞ ഒരു സ്ഥലമുണ്ടെന്നൊക്കെ ഇവിടുത്തെ ആളുകളൊക്കെ പറയുന്നുണ്ട്. നമുക്ക് ആ സ്ഥലത്തൊക്കെ ഒന്ന് പോയി നോക്കാം. ഇപ്പം നമ്മൾ നിൽക്കുന്നത് ഭീമനടി വനമേഖലയിലുള്ള വനശാസ്ത്ര ക്ഷേത്രത്തിലാണ്. 600 വർഷത്തോളം പഴക്കം ഈ ക്ഷേത്രത്തിനുണ്ട് എന്നാണ് ചരിത്ര ഗവേഷകർ പറയുന്നത്. ആ ദൃശ്യങ്ങളിൽ കാണാവുന്നത് പോലെ തന്നെ അതിൻ്റെ വിഗ്രഹങ്ങളും അതുപോലെ തന്നെ ആ പൂജയ്ക്ക് ഉപയോഗിക്കുന്ന മൺപാത്രങ്ങളുടെയൊക്കെ അവശിഷ്ടം നമുക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. നീലേശ്വരൻ രാജാക്കന്മാരുടെ ആശ്രിതന്മാരായ ജന്മിമാരുടെ കൈവശം ഉണ്ടായിരുന്ന 900-ലധികം ഏക്കർ ഭൂമിയാണ് റിസർവ് ഫോറസ്റ്റ്, ഭീമനടി റിസർവ് ഫോറസ്റ്റായിട്ട് അറിയപ്പെടുന്നത്. അവരുടെ തറവാട്ട് വക ക്ഷേത്രമായിട്ടാണ് ഈ വനശാസ്ത്ര ക്ഷേത്രം ഈ കാട്ടിൽ ഈ പാറപ്പുറത്ത് ഉണ്ടായത് എന്നുള്ളൊരു വിശ്വാസം കേൾവി. കല്യാണ സൗഗന്ധികം തേടി പോകുന്നതിനിടയിൽ ഭീമന്റെ ഇടത് കാൽപാദമാണ് ഈ പാറയിൽ പതിഞ്ഞത് എന്നാണ് ഐതിഹ്യം. അങ്ങനെയാണ് ഈ പ്രദേശത്തിന് ഭീമനടി എന്ന പേര് ലഭിച്ചതെന്നും പഴമക്കാർ പറയുന്നുണ്ട്. ഭീമന്റെ തള്ളവരിൽ ഉൾപ്പെടെയുള്ള ആ ഇടത് കാൽപാദമാണ് നമുക്ക് ഈ ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കുന്നത്. പിന്നെ ഒന്ന് കാണാനുള്ളത് ഭീമൻ്റെ കാൽപാദം എന്ന് തോന്നിക്കുന്ന ഒരു വലിയ ഏക കാൽശില ഈ വനക്ഷേത്രത്തിനോട് ചേർന്ന് തന്നെ കാണാനും സാധിക്കുന്നതാണ്. ഭീമനടി വനമേഖലയോട് ചേർന്ന് വടക്കാക്കുന്ന് എന്ന് പറയുന്നൊരു പ്രദേശമുണ്ട്. അവിടം ടൗൺഷിപ്പ് ഉണ്ടായിരുന്നു എന്നാണ് ചരിത്രം. അവിടേക്ക് വടക്കാക്കുന്നിലേക്ക് മുക്കടയിൽ നിന്ന് കാളവണ്ടിയിൽ ചരക്ക് ഗതാഗതം ഈ വനമേഖലയിലൂടെ സുഗമമായി നടന്നിരുന്നുവെന്ന് പഴമക്കാർ പറയുന്നുണ്ട്. ഞാനിപ്പോൾ നടക്കുന്ന ഈ പ്രദേശം അത് കാളവണ്ടി ചക്രങ്ങൾ പോയ ഈ പാളമാണ്. ആ പ്രദേശത്തെ കാഴ്ചകളാണ് ഇനി നമ്മൾ കാണാൻ പോകുന്നത്. ഏക്കർ വിസ്തൃതിയിലാണ് ഈ ഭീമനടി റിസർവ്ഡ് ഫോറസ്റ്റ് എന്നാണ് കണക്ക്. 12ഓളം നിധിയറകൾ ഈ ഭീമനടി വനമേഖലയിൽ നിന്ന് കണ്ടെത്തിയിട്ടുണ്ട്.
അതിൽ കൂടുതൽ നിധിയറകൾ ഉണ്ടാവുമെന്ന് ഈ പ്രദേശവാസികൾ പറയുന്നുണ്ട്. ഇപ്പോൾ ഈ സ്ഥലങ്ങളൊക്കെ മണ്ണ് മൂടിക്കിടക്കുകയാണ് മഴയൊക്കെ പെയ്തിട്ട്. കുറേ വർഷം മുമ്പ് നമ്മൾ കണ്ടതാണ് ഇങ്ങനെ സ്വർണ്ണം എടുത്തെന്ന് പറഞ്ഞു കേട്ടിട്ട് നോക്കാൻ വന്നു എല്ലാവരും. അപ്പോൾ ഇതിപ്പോൾ ഇവിടെയാണ് കാര്യമായിട്ട് എടുത്തത്. പിന്നെ 12 കുറേ സ്ഥലത്തുണ്ട്, 10-12 സ്ഥലത്ത് ഇതുപോലത്തെ. പിന്നെ ഓരോ അടയാളങ്ങൾ വെച്ചിട്ടുണ്ട് ഇവർ. ടിപ്പു സുൽത്താൻ്റെ ആക്രമണത്തെ ഭയന്ന് നീലേശ്വരത്തുള്ള രാജാവിൻ്റെ കീഴിലുള്ള പ്രമുഖന്മാരായ ജന്മിമാർ അവരുടെ സ്വർണങ്ങൾ ഈ പാറയിൽ കൊണ്ടേ കുഴിച്ചിട്ടെന്നുള്ളതാണ് ആൾക്കാർ പറയുന്നത്. ടിപ്പു സുൽത്താൻ്റെ ആക്രമണം ഭയന്ന് നീലേശ്വരം രാജകുടുംബത്തിലെ ആശ്രിതർ അവരുടെ സ്വർണ്ണാഭരണങ്ങളും വിലപിടിപ്പുള്ള വസ്തുക്കളുമൊക്കെ ഈ വനമേഖലയുടെ പല ഭാഗങ്ങളിലായി കുഴിച്ചിട്ടുവെന്നാണ് ഐതിഹ്യം. ആ കാഴ്ചകളൊക്കെ തേടി ഇനിയും യാത്ര ചെയ്യാനുണ്ട്. എന്തായാലും വരും ദിവസങ്ങളിൽ നമുക്ക് ആ കാഴ്ചകൾ കാണാം. രജീഷ് കരിവള്ളൂരിനൊപ്പം അരുൺ പാറക്കൽ, 24 കാസർഗോഡ്. അപ്പോൾ കാസർഗോഡ് നിന്ന് ഇതുവരെ നമ്മൾ കണ്ടിട്ടില്ലാത്ത കാഴ്ചകളും കേട്ടിട്ടില്ലാത്ത കഥകളും ഒക്കെയാണ്. അത് ചരിത്രവും മിത്തും പിന്നെ വിശ്വാസവും ഒക്കെയായി ബന്ധപ്പെട്ട കാഴ്ചകളാണ്. ഭീമൻ്റെ കാൽപാദവും ഒക്കെ അങ്ങനെ ഒരുപാട് പേരുടെ വിശ്വാസമാണ്. വനശാസ്ത്ര ക്ഷേത്രവും ഒക്കെ. അപ്പോൾ ഒരുപാട് പേര് പറയുന്നുണ്ട് ആ സ്വർണ്ണം അവിടെ എങ്ങാനും കാണുമോ ചേട്ടാ, സുരേഷ് മേ ചോദിക്കുന്നു. ഭീമപാദം തന്നെയെന്ന് വസന്തകുമാരി പറയുന്നു. അപ്പോൾ ഇതുപോലുള്ള നിധികൾ ഇനിയും ചിലപ്പോൾ അവിടെയൊക്കെ ഉണ്ടായേക്കാം. പക്ഷേ ഏതായാലും അതിപ്പോൾ റിസർവ് ഫോറസ്റ്റിൻ്റെ ഭാഗമാണ്, സംരക്ഷിത വനമേഖലയാണ്. അപ്പോൾ അങ്ങനെയൊന്നും കയറി കുഴിച്ചാൽ ചിലപ്പോൾ കേസ് വരും.